ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 138 ശിവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് 1008 കുടം അഭിഷേകത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ശിവരാത്രി നാളിൽ, ഉദാഹരണത്തിന് ഇന്നാണ് ശിവരാത്രി എങ്കിൽ ഈ വരുന്ന രാത്രി, ആ രാത്രിയിലാണ് നമ്മൾ ശങ്കരൻകുഴിയിൽ ഒരു പൂജ നടത്തിയതിന് ശേഷം അവിടെ നിന്ന് 1008 കുടം ജലം 10 ദിവസത്തെ വ്രതമെടുത്ത് വരുന്ന ഭക്തന്മാർ നമ്മുടെ ശങ്കരൻകുഴി കടവിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ ചുറ്റും വലം വെച്ച് ഓരോ കുടവും ഓം നമഃ ശിവായ ജപിച്ച് കൈമാറി അഭിഷേകം ചെയ്യുന്ന ഒരു രീതിയാണ്. അത് താന്ത്രികവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പല ആളുകൾക്കും നദി ആയതുകൊണ്ട് അതിലഴുക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെയുള്ള ചില സതുദ്ദേശപരമായിട്ടുള്ള വിമർശനങ്ങളും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഗുരുഭക്തന്മാർ ഭക്തിയുടെ ആ ഒരു ആഴത്തിലേക്ക്, ഗുരുവിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുവാനും, ഗുരു അന്ന് നമ്മൾക്ക് ശിവലിംഗം എടുത്തുകൊണ്ട് വന്ന ആ പാതയിലൂടെ തന്നെ നമുക്ക് സഞ്ചരിക്കുവാനും, ആ ഒരു രാത്രി ഇവിടെ ജപിച്ച് ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം ജപിച്ച് കഴിയുവാനും ഒക്കെയുള്ള ഒരു പുണ്യമുഹൂർത്തമായിട്ടാണ് അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് മഠം ആ രീതിയിൽ ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പാട് ചെയ്തത്. നെയ്യാറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾക്ക് മറ്റ് അഴുക്കുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. തന്നെയുമല്ല, പാതിരാത്രിക്കാണ്. അപ്പം നല്ല ശുദ്ധമായിട്ടുള്ള ആ ജലം നമ്മളെടുത്ത് ഓരോ ഭക്തരുടെയും മനസ്സിൻ്റെ ആ ഒരു താളം ഈ ഭക്തിയിലൂടെ അവർക്ക് ഈശ്വരനിലേക്ക്, ചൈതന്യത്തിലേക്ക്, ശിവനിലേക്ക് ലയിപ്പിക്കുവാൻ സാധിക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ 10 ദിവസത്തെ പഞ്ചശുദ്ധി വ്രതത്തോടു കൂടി ഇതിൽ പങ്കെടുത്ത് എന്ത് സങ്കല്പത്തിലാണോ അവരതിൽ പങ്കെടുക്കുന്നത്, ഭൗതികമായിട്ടുള്ള ഐശ്വര്യ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത്, അഥവാ അവർക്ക് വേണ്ടുന്ന ആധ്യാത്മികമായിട്ടുള്ള ഗുരുവിനെ പോലെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധയോടുകൂടി, ലക്ഷ്യത്തോടു കൂടിയാണ് അത് പങ്കെടുക്കുന്നതെങ്കിൽ, കാരണം ഏകദേശം ഒരു 3-4 മണിക്കൂർ സമയം ഓം നമഃ ശിവായ ജപിച്ച് തന്നെയാണ് ഈ പ്രക്രിയ നടക്കുന്നത്. നമ്മൾ 1 കോടി മന്ത്രത്തിൻ്റെ കാര്യമൊക്കെ പറയുകയുണ്ടായി. എന്നാൽ ഇവിടെ സ്വാഭാവികമായി എത്രയോ കോടി മന്ത്രങ്ങളാണ്. കാരണം ഈ ക്ഷേത്ര കോമ്പൗണ്ടിൽ നിൽക്കുന്ന 10,000-10,000 വരുന്ന ജനങ്ങൾ, ക്ഷേത്ര കോമ്പൗണ്ടിനകത്തും പുറത്തും ഒക്കെ നിൽക്കുന്ന ആളുകൾ, അവർക്ക് ഒരേ ഒരു മന്ത്രമേ ആ സമയത്ത് വരുന്നുള്ളൂ. അത് ഓം നമഃ ശിവായ എന്നുള്ള. അപ്പോൾ ആ ദിവ്യമായിട്ടുള്ള മന്ത്രം ആ ഒരു രാത്രിയിൽ ഗുരുവിൻ്റെയും മറ്റ് ഗുരുക്കന്മാരുടെയൊക്കെ ദിവ്യമായിട്ടുള്ള, അദൃശ്യമായിട്ടുള്ള സാന്നിധ്യത്തിൽ നമുക്ക് ജപിക്കുക. അപ്പോൾ പൊതുവേ ശിവരാത്രി ദിവസം രാത്രി ഉറക്കളയ്ക്കുക എന്നുള്ള ഒരു രീതിയുണ്ട്, ഉപവസിക്കുക. അപ്പോൾ രാത്രി മറ്റു ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് ഓരോ യാമത്തിലുമുള്ള പ്രത്യേക പൂജകളാണ്. അത് അവിടെയുള്ള പൂജകന്മാർ, വൈദികന്മാർ ചെയ്ത് അവർ അതിനുള്ള അഭിഷേകമൊക്കെ ചെയ്യാണ്. ഇവിടെ നേരെ മറിച്ച് നമ്മൾ ഓരോരുത്തരും അതിനകത്ത്
നേരിട്ട് നമ്മൾ ഇടപെടുകയാണ്. കാരണം നമ്മൾ എടുക്കുന്ന ജലം അതും 1008 കുടമാണ് നമ്മുടെ കയ്യിലൂടെ ഇങ്ങനെ നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കുടം നമ്മുടെ കയ്യിൽ വരുമ്പോഴും നമ്മൾക്ക് എത്ര പ്രാവശ്യം ജപിക്കാൻ സാധിക്കുമോ? അങ്ങനെ ജപിച്ച് ഇത് നമ്മൾ കൈമാറുമ്പോൾ യാമപൂജകൾ ചെയ്യുന്നതിനേക്കാളും 10 മടങ്ങ് ഗുണമാണ് ഈ നേരിട്ടുള്ള അഭിഷേകത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ സങ്കടങ്ങൾ, നമ്മുടെ ദുരിതങ്ങൾ, നമുക്ക് ഏത് രീതിയിലാണോ നമുക്ക് സങ്കടങ്ങളുള്ളത് അതെല്ലാം നമ്മൾക്കിവിടെ നേരിട്ട് സമർപ്പിക്കുവാനുള്ള ഒരു അവസരവും കൂടിയാണ്. ഗുരു സൂചിപ്പിക്കുന്നുണ്ട്, നമ്മൾ മറ്റുള്ള സ്ഥലത്ത് പോയി നിന്ന് ആവശ്യമില്ലാത്ത അപമാനം ഏൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഏവരും സോദരത്വേന ഒന്നിച്ചു കൂടുവാനായിട്ടുള്ള ഒരു പുണ്യസങ്കേതമായിട്ടാണ് ഭഗവാൻ ആയുസ്സും വപസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ച് ശങ്കരൻകുഴിയിൽ നിന്ന് ശിവലിംഗം മുങ്ങിയെടുത്ത് ഇവിടെ നമ്മൾക്ക് വേണ്ടി സമർപ്പിച്ചത്. ഇപ്പം ലോകത്തിൽ തന്നെ ഉത്തമ ലക്ഷണത്തോടു കൂടിയ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ശിവലിംഗമാണ് ഗുരു നമ്മൾക്കിവിടെ പ്രതിഷ്ഠിച്ച് നൽകിയിട്ടുള്ളത് എന്നുകൂടി ഗുരുഭക്തന്മാർ ഓർക്കുന്നത് നന്ന്. കാരണം ഇത് 138 വർഷം പിന്നിടുമ്പോഴും പുനഃപ്രതിഷ്ഠ വേണ്ടി വന്നിട്ടില്ല എന്നുള്ള ഒരു അത്ഭുതവും കൂടി ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും ഈ പുണ്യകർമ്മത്തിന് ഏവർക്കും വന്ന് പങ്കെടുക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്കാരം.